അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒരു വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പരിചയപ്പെടുത്താനുള്ളത് എന്റെ സ്വന്തം പ്രൊഡക്റ്റായ ഷെമീസ് മാജിക് ഹെർബൽ ഓയിലിനെ കുറിച്ചാണ്. മറ്റു പല ഹെയർ ഓയിൽസ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ലഭിക്കാത്തവർക്ക് വേണ്ടി സ്പെഷ്യലി തയ്യാറാക്കിയ പ്രീമിയം ഓയിലാണിത്. 120ഓളം ഹെർബൽസ് ചേർത്ത് തയ്യാറാക്കിയ ഈ ഓയിൽ മുടി കൊഴിച്ചിൽ, താരൻ, കഷണ്ടി, മുടി കട്ടിക്കുറവ്, മുടി പൊട്ടിപ്പോകൽ, പ്രത്യേകിച്ച് നര എന്നിവ കുറയ്ക്കാൻ പൂർണ്ണമായിട്ട് സഹായിക്കും. റിസൾട്ട് ലഭിച്ചില്ലെങ്കിൽ മെഡിക്കൽ ഇഷ്യൂസ് ഇല്ലാത്തവർക്ക് ഫുൾ ക്യാഷ് റീഫണ്ട് നൽകുന്നതാണ്. നമ്മുടെ എണ്ണ ഉപയോഗിച്ചവരുടെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ഫീഡ്ബാക്സ് മാത്രം വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. കൂടുതൽ ഫീഡ്ബാക്സ് വീഡിയോയിൽ ചേർത്താൽ വീഡിയോയ്ക്ക് ലെന്ത് കൂടും. എണ്ണ വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ വന്നാൽ ബാക്കി ഫീഡ്ബാക്സ് എല്ലാം അയച്ചു തരാം. ഓർഡർ ചെയ്യാനും റേറ്റും ഡീറ്റെയിൽസും അറിയാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ആദ്യം തന്നെ ഒരു ബൗളില് 250 ml കപ്പിന് 1 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് മൈദയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഉപ്പും മാവും എല്ലാ ഭാഗത്തും എത്തുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ മാവൊന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഒരു 1/4 കപ്പ് ഒഴിച്ച് ഒന്ന് കുഴച്ച് നോക്കിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും വെള്ളം ഒഴിച്ച് ഈ മാവൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ തന്നെയാണ് കുഴക്കേണ്ടത്. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എടുക്കുന്ന ഗോതമ്പ് പൊടിക്കും മൈദയ്ക്കും അനുസരിച്ച് വെള്ളത്തിന്റെ അളവിന് വ്യത്യാസം ഉണ്ടാകും. അതിനനുസരിച്ച് കുറച്ച് വെള്ളം വീതം ഒഴിച്ച് നല്ല ടൈറ്റ് ആയിട്ട് നല്ല കട്ടിക്ക് വേണം ഈ മാവൊന്ന് കുഴച്ചെടുക്കാൻ. മാവ് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. എനിക്കിപ്പോ മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളത്തിന്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ. കുറച്ച് കട്ടിക്ക് വേണം ഈ മാവൊന്ന് കുഴച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് 1 മിനിറ്റ് എങ്കിലും ഈ മാവൊന്ന് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം. മാവ് നല്ല സോഫ്റ്റും ആയിരിക്കണം, കട്ടിയും ആയിരിക്കണം. ഇപ്പൊ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. 1 മിനിറ്റ് എങ്കിലും ഒന്ന് കുഴച്ചെടുക്കുക. എന്നാൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി മാവിന്റെ പുറമൊന്ന് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒന്ന് തടവി മൂടി വെച്ച് ഇതൊന്ന് മാറ്റി വെക്കാം. ഇപ്പൊ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. മാവ് നല്ല സോഫ്റ്റുമാണ്, കട്ടിയാണ്. ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതിയാവും. ഇനി ഇതിൽ നിന്നും കുറച്ച് മാവെടുക്കാം. ഒരു നാരങ്ങ വലുപ്പത്തിൽ അത്രയും മാവെടുക്കുക. മാവ് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. നമ്മൾ എടുക്കുന്ന എല്ലാ ഉരുളകളും ഒരേ വലുപ്പത്തിലായിരിക്കണം. ഇനി ഉരുട്ടിയെടുത്ത മാവ് ഒന്ന് പരത്തി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ചപ്പാത്തി പലകയിൽ കുറച്ച് മൈദയോ ഗോതമ്പ് പൊടിയോ ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കാം. ഇനി ഉരുട്ടിയെടുത്ത മാവ് ഇതിന്റെ പുറത്ത് വെച്ച് നമ്മൾ ഇട്ടുകൊടുത്ത പൊടിമാവ് ഈ മാവിന്റെ എല്ലാ ഭാഗത്തും എത്തണം. എന്നിട്ട് കൈവച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെ അത്രയും കനം കുറച്ച് പരത്തരുത്. കുറച്ചും കൂടെ ഒന്ന് കനത്തിൽ വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ. ഇപ്പൊ മാവ് ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഈ ഒരു കനത്തിൽ വേണം മാവ് പരത്തിയെടുക്കാൻ. ഞാനൊരു പാനിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു പാനിന്റെ 1/4 ഭാഗത്തോളം വെള്ളം എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം ഒന്ന് തിളക്കട്ടെ. ഇപ്പൊ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പരത്തിയെടുത്ത ഓരോ മാവും ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പരത്തിയെടുത്ത എല്ലാ മാവും വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചുട്ടെടുക്കുകയല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ എണ്ണയിലിട്ട് പൂരിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഫ്രൈ ചെയ്തുമല്ല എടുക്കുന്നത്. വെള്ളത്തിലിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കുക. ഇപ്പൊ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. മാവൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തു. ഇനി ഇത് വെള്ളത്തിൽ നിന്നും എടുത്തു മാറ്റാം. ഇനി നമ്മൾ വേവിച്ചെടുത്ത മാവ് ഇതുപോലത്തെ ഒരു അരിവാലയിലോ അല്ലെങ്കിൽ അരിപ്പിലോ ഇട്ട് കൊടുക്കുക. ഇപ്പൊ നല്ല ചൂടാണ്. ഈ ചൂടൊന്ന് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചവെള്ളം ഇതിന്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ വെള്ളം ഒഴിച്ച് ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചപ്പോൾ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അതൊന്നും പൊട്ടിപ്പോവാതെ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അഥവാ പൊട്ടിപ്പോയാലൊന്നും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് ഓരോന്നായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം.
ഇപ്പൊ അതിന്റെ ചൂടൊക്കെ മാറി ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതാ ഒരെണ്ണം ഒരു ചപ്പാത്തി പലകയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി റോൾ ചെയ്തെടുത്ത മാവ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ എല്ലാം എന്താ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. റോൾ ചെയ്ത് കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുകയോ ചെയ്യുക. ഇപ്പൊ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ എണ്ണ ഇതിന്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്നെല്ലാം കൂടിയിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. എല്ലാ ഭാഗത്തും എണ്ണ എത്തണം, അല്ലെങ്കിൽ ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതെല്ലാ ഭാഗത്തും എണ്ണ ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് 5 വെളുത്തുള്ളി അല്ലി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതും ചെറിയൊരു പീസ് ഇഞ്ചി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. ഇതിന്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിം വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഫ്ലെയിം കുറച്ചിടരുത്. ഇതെല്ലാം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വേണം പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഒരു 10 സെക്കൻഡ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ബീൻസ് നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതിയാവും. ഒരു 10 സെക്കൻഡ് ആയപ്പോൾ ചെറിയൊരു രീതിയിൽ വാടി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വെന്ത് പോവേണ്ട ആവശ്യമില്ല. ഇനി ഒരു സവാളയുടെ പകുതി നീളത്തിൽ കട്ട് ചെയ്തതും കുറച്ച് ക്യാബേജ് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും ഒരു 10 സെക്കൻഡ് ഇളക്കി കൊടുത്തതിന് ശേഷം എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ക്യാപ്സിക്കം നീളത്തിൽ കട്ട് ചെയ്തും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ എല്ലാം എന്താ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ചെയ്തെടുക്കുക. ഈ പച്ചക്കറി ഒന്നും വേവേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും, ഇത് കാശ്മീരി മുളക് പൊടിയാണ്. സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഒക്കെ എടുത്താൽ മതിയാവും. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കും. ചതച്ച മുളകാണ്, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ മുളക് പൊടി തന്നെ ഒരു 1/4 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുത്താൽ മതിയാവും. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇളക്കി കൊടുക്കാം. ഈ പൊടിയുടെ ഒരു പച്ചമണം പോകുന്നത് വരെ ഒരു 5 സെക്കൻഡ് ഒക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇപ്പൊ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി സോസും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ സോയ സോസും കൂടി ഒഴിച്ചു കൊടുക്കുക. സോയ സോസിന്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ വരെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ്. ടൊമാറ്റോ സോസോ ടൊമാറ്റോ കെച്ചപ്പോ എന്തെങ്കിലും 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. സോയ സോസിൽ ഉപ്പുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങ നീരില്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്താലും മതിയാവും. ഇനി എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മാവ് പരത്തിയെടുത്ത് വേവിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിലേക്ക് മുഴുവനും അങ്ങിട്ട് കൊടുക്കാം. എണ്ണ തടവി വെച്ചതുകൊണ്ട് പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഇനി 2 സ്പാച്ചില വെച്ചിട്ടോ അല്ലെങ്കിൽ തടുത്ത് വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. പൊടിഞ്ഞു പോവാത്ത രീതിയിൽ ഇതുപോലെ പതുക്കെ മെല്ലെ ഒന്ന് പൊടിഞ്ഞു പോവാത്ത രീതിയിൽ ഇതുപോലെ മെല്ലെ ഒന്ന് 2 സ്പാച്ചില വെച്ചോ അല്ലെങ്കിൽ തടുത്തവി വെച്ചോ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള വെള്ളത്തിൽ തയ്യാറാക്കിയെടുത്ത നൂഡിൽസ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക്